അപ്പൊ നമുക്കിന്ന് കുറച്ച് ഇലക്ഷൻ കോമഡികൾ പറഞ്ഞ് ചിരിക്കാം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. മണ്ടന്മാരെ ഈ പാർട്ടി തെരഞ്ഞു പിടിച്ച് സ്ഥാനാർത്ഥികളാക്കുന്നതാണോ, അത് ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം ഇവർ മണ്ടന്മാരായി മാറുന്നതാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. എന്റെ വോട്ടർമാരാണ് ഓർമ്മയില്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്റെ വോട്ടർമാരാണ് ഇരിക്കുന്നത് എല്ലാവരും. ശരി, അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യും? ചാക്ക ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. അടിപൊളി. അപ്പൊ ഉഷാറാവട്ടെ. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. എല്ലാവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. നമസ്കാരം, എന്റെ പേര് അഞ്ജലി. ചിഹ്നം ചക്ക. അപ്പൊ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഒരു വനിതാ MLA ആക്കി തരണം. ഓക്കെ? ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. എന്ത് പ്രഹസനമാണ് സജി. എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക. ഞങ്ങൾക്ക് അറിയാം, ചക്ക ഇനിയിപ്പൊ തുറന്നു നോക്കിയാ താമര പോലെയല്ലേ ഇരിക്കുക എന്നൊക്കെ ക്യാപ്ഷനിട്ട് ഇടും. ആണ് താമരയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് സ്ഥാനാർത്ഥിയോട് നേരിട്ട് ഒന്ന് പറഞ്ഞു. പായസം എനിക്ക് 2 ഗ്ലാസ് വേണം. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. കഴിക്കൂ, ലഡു കഴിക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്നേരം ഞാൻ അവളോട് പറഞ്ഞു, പ്രസന്നയോട് പറഞ്ഞു, നല്ല കൊച്ചാവോ. എനിക്ക് വയ്യ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അത് കേട്ടാ മതി അമ്മ. എല്ലാ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവണം. പറ്റുന്ന പോലെ എല്ലാവരോടും പറയണം. അത്രേ. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ചേച്ചി നല്ല കിടിലനായിട്ട് പാടും കേട്ടോ. ചേച്ചിന്റെ ഒരു പാട്ട് നിങ്ങളൊന്ന് കേട്ടോക്കി. തരളമാം സന്ധ്യകൾ നറുമലത്തെന്നലിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാൻ. കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതി മൂളി പറന്നതാവാ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീത ബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.